ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഭരണകൂട മാറ്റത്തിന് ശേഷം പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ നേരിടുന്ന സിറിയയിലെ ക്രൈസ്തവർക്ക് സാന്ത്വനവുമായി മാർപ്പാപ്പയുടെ പ്രതിനിധി. ക്രൈസ്തവ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാ വാരാചരണത്തിന് സമാപനം കുറിച്ചും വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര തിരുനാളിനോടും അനുബന്ധിച്ചാണ് ദമാസ്കസിലെ തബാലയിൽ സെന്റ് പോൾസ് ദേവാലയത്തിൽ പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലോഡിയോ ഗുഗെറോട്ടി നേരിട്ടെത്തി ദിവ്യബലിയർപ്പിച്ചത്. അതോടൊപ്പം മെൽക്കറ്റ് ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കീസ് യൂസഫ് അബ്സിയും സന്നിഹിതനായിരുന്നു. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കുമ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വസ്തുതകൾ കേരള ജനതയുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണെന്ന് പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് വിലയിരുത്തി. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന കാർട്ടൂൺ കഥാപാത്രം ആശങ്കപ്പെടുന്നത് പോലെയാണ് മുല്ലപ്പെരിയാർ സുരക്ഷാ ഭീഷണിയെന്ന് സുപ്രീം കോടതിയിൽ ജഡ്ജി പ്രതികരിച്ചുവെന്ന മാധ്യമ വാർത്തകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു. കൂടാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുന്നതിൽ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ഭ്രൂണഹത്യ നടത്തുന്നതിനുള്ള ധനസഹായം നൽകുന്നതിന് നികുതിദായകരുടെ പണം ഉപയോഗിച്ച ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ അവസാനിപ്പിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ അഭിനന്ദനവുമായി അമേരിക്കൻ മെത്രാൻ സമിതി. ദേശീയ മെത്രാൻ സമിതിയുടെ കീഴിലുള്ള പ്രോ ലൈഫ് കമ്മിറ്റി ചെയർമാനും ഒഹായോയിലെ ടോളിഡോ രൂപത അധ്യക്ഷനുമായ ബിഷപ്പ് ഡാനിയൽ തോമസ് ആണ് ട്രംപ് ഭരണകൂടത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം കുടിയേറ്റ വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന കർക്കശ നിലപാടിൽ സഭ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിൽ മാമോദിസ സ്വീകരിച്ച തദ്ദേശീയരായ അമേരിക്കക്കാർക്കിടയിൽ ഒരേ സമയം ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ രക്തസാക്ഷികളായ ഫ്രാൻസിസ്കൻ മിഷണറിമാർ വാഴ്ത്തപ്പെട്ട നിരയിലേക്ക്. പെഡ്രോ ഡാ കോർപ്പ, ബ്ലാസ് റോഡ്രിഗസ്, ആന്റോണിയോ ഡി ബഡാജോസ്, മിഗുവൽ ഡി അനോൺ, ഫ്രാൻസിസ്കോ ഡി വെരാസ്കോള തുടങ്ങിയ ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ രക്തസാക്ഷിത്വത്തെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൽപ്പന പുറപ്പെടുവിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയെ അധികാരപ്പെടുത്തി. ഇതോടെ ഇവർ വാഴ്ത്തപ്പെട്ട നിരയിലേക്ക് ഉയർത്തപ്പെടുവാൻ സാധ്യതകൾ തുറന്നിരിക്കുകയാണ്. മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീകളെ പുറത്താക്കിക്കൊണ്ട് നിക്കരാഗുവയിലെ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ക്രൂരത. ഓർഡർ ഓഫ് സെന്റ് ക്ലയേഴ്സിലെ സന്യാസിനികളാണ് ഭരണകൂട ഏകാധിപത്യത്തിന് ഏറ്റവും ഒടുവിലായി ഇരയായിരിക്കുന്നത്. ഭരണകൂട ഭീഷണിയുള്ള ഉത്തരവിനെ തുടർന്ന് രാജ്യതലസ്ഥാനമായ മനാഗോയിലെയും ചൈനാൻ ഡേഗയിലെയും തങ്ങളുടെ ആശ്രമങ്ങൾ ഉപേക്ഷിക്കാൻ മിണ്ടാമഠത്തിലെ 30ഓളം കന്യാസ്ത്രീകൾ നിർബന്ധിതരായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.